ഈ അമേരിക്കൻ താല്പര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ട്രംപ് പറഞ്ഞ ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടി ഉണ്ടല്ലോ, ഗാസ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാം എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് അസംഭവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടുത്തെ മനുഷ്യർ ഇത്രയും ദുരിതങ്ങളെ നേരിട്ട മനുഷ്യർ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതാണ് സിറ്റുവേഷനെങ്കിൽ അവിടേക്ക് എത്തിക്കുക എന്നുള്ളൊരു പണിയല്ല, ഇതൊരു റിയൽ എസ്റ്റേറ്റായിട്ട് അമേരിക്ക ഏറ്റെടുക്കുക എന്നുള്ളൊരു അതിനല്ലേ കുറേ കൂടെ മുൻതൂക്കം കിട്ടുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. നയം പരാജയപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ജനത അവിടുന്ന് ഒഴിഞ്ഞു പോകും എന്ന് കരുതാൻ വയ്യ. ഇപ്പോൾ ഈ 42 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ തന്നെ ആഗോള വ്യാപകമായി നടന്ന സംവാദങ്ങളുണ്ടായിരുന്നു. യുദ്ധത്തിൽ ആര് ജയിച്ചു? ഹമാസ് ആണോ ജയിച്ചത്? ഇസ്രായേലാണോ ജയിച്ചത്? അതിൽ അത്ഭുതകരമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നല്ല കറുത്ത യൂണിഫോമൊക്കെ ഇട്ട് വെളുത്ത കാറിൽ ഹമാസ് പോരാളികൾ ഖാൻ യൂനിസും ഗസ സിറ്റിയും റഫേലും ഒക്കെ റോന്തു ചുറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ 3 പ്രധാനപ്പെട്ട നഗരങ്ങളുടെയും ചുമതല ഈ ഹമാസുമായി ബന്ധപ്പെട്ട പോലീസ് വിഭാഗം ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല ബന്ദികളെല്ലാം കൈമാറുന്ന സമയത്ത് അവിടെയെല്ലാം ഹമാസ് പോരാളികളുടെ വലിയ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ ഉന്മൂലനം ചെയ്ത ഹമാസ് ഇത് ചാരത്തിൽ നിന്ന് പൊട്ടി മുളച്ച് വന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റോ എന്നുള്ള സംശയം അന്ന് ലോകത്തിനുണ്ടായി. മാത്രവുമല്ല അന്ന് സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബന്ദികളിലാകെ 3 പേര് മാത്രമാണ് ഇസ്രായേലിന് കമാൻഡ് ഓപ്പറേഷനിലൂടെ മോചിപ്പിക്കാൻ കഴിഞ്ഞു. ഇത്രയും അധികം ബന്ദികളെ ഇത്രയും ശക്തമായ ആക്രമണം നടത്തുന്നു. സാറ്റലൈറ്റ് ക്യാമറ കണ്ണുകളുടെ കണ്ണുകളുടെ നിരന്തര നിരീക്ഷണത്തിലാണ് പ്രദേശം മുഴുവനും. ഭൂമിക്ക് മേലെ അവിടെ ഒന്നുമില്ല. എന്നിട്ടും ഇവരെ ജീവനോടെ ബന്ദികളായി സൂക്ഷിക്കാൻ എങ്ങനെ ഹമാസിന് കഴിഞ്ഞു? ഇതൊക്കെയായിരുന്നു അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ. അതിൽ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു, ഹമാസിൻ്റെ എത്ര പോരാളികൾ മരണപ്പെടുന്നോ അത്രയും അതിലധികമോ ആളുകളെ അവർക്ക് റിക്രൂട്ട് ചെയ്യാനും ട്രെയിൻ ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക അത്ര എളുപ്പമല്ല എന്ന നിലയിൽ വാഷിങ്ടൺ പോസ്റ്റ് എൻ്റെ ഒരു ആർട്ടിക്കിൾ വരികയുണ്ടായി. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഹമാസ് ജയിച്ചോ ഇസ്രായേൽ ജയിച്ചോ എന്നുള്ളതല്ല പ്രധാനം. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഗസയിലെ 23 ലക്ഷം വരുന്ന മനുഷ്യർ ജയിച്ചു എന്ന് പറയുന്നതിനായിരിക്കും ശരി. കാരണം അവരിൽ ഒരാൾ പോലും ഇത്രയും 6 തവണയെങ്കിലും ചുരുങ്ങിയത് സ്ഥലമാറ്റത്തിന് വിധേയമായിട്ട് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു, ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആണ്. അതിൽ തന്നെ കുറേ ആളുകൾ ഈ പ്രക്രിയക്കിടയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മരണസംഖ്യ ഇപ്പോൾ തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പം മാർച്ച് 5 വരെയുള്ള കണക്ക് പ്രകാരം 48,405 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോഴത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം കൂട്ടാതെ. പക്ഷേ അവിടെ ഇനിയിപ്പോൾ ഈ ഡെബ്രിസ് എല്ലാം മാറ്റിയാൽ മാത്രമേ അതിനടിയിൽ എത്ര പേരുണ്ട്, എത്ര മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെടുന്നു. അവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും ഒരു ഷെല്ല് വന്ന് വീഴാം, ബോംബ് വന്ന് വീഴാം. അത് ക്ലസ്റ്റർ ബോംബായിരിക്കും, അല്ലെങ്കിൽ ഡിപ്ലീറ്റഡ് യുറേനിയത്തിൻ്റെ സാന്നിധ്യമുള്ള ബോംബായിരിക്കും. ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതിനെയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ജനത അവിടെ നിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഗസയിലെ ജനങ്ങളാണ്. അത് ഹമാസാണോ ഇസ്രായേലാണോ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഗസയിലെ ജനങ്ങൾ പ്രതിരോധത്തിൻ്റെ ഒരു മഹാസാഗരമായി മാറി എന്നുള്ളതാണ്. അതിനിയും അവർ പ്രതിരോധിക്കും. അവരുടെ നാട് വിട്ട് അവർ പോകാൻ സാധിക്കില്ല. കൊന്നു തള്ളുക എന്നുള്ളത് എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കൊടുക്കാവുന്നതിനപ്പുറത്തേക്ക് ഇനിയും ചില അക്രമങ്ങൾ നടത്താനും കുറേ ആളുകളെ കൊലപ്പെടുത്താനും കഴിഞ്ഞേക്കാം. അതിനപ്പുറത്തേക്ക് ഗസയെ പൂർണ്ണമായി ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കില്ല. ട്രംപ് വിചാരിക്കുന്നത് പോലെ, ട്രംപ് പറഞ്ഞ രസമായ കാര്യമാണ്, ഞങ്ങൾ ഗസ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോർദാനിലേക്ക് പോകുക, കുറേ ആളുകൾ ഈജിപ്തിലേക്ക് പോകുക. അതിനിടയ്ക്ക് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സഖ്യശക്തിയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഭൂമി ഉണ്ടല്ലോ, അത് കുറച്ച് കൊടുക്കുക, അവരവിടെ പോയി താമസിക്കട്ടെ എന്നുള്ള നിലയ്ക്ക്. അതുപോലെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി അനൗദ്യോഗിക ചർച്ച നടത്തിയെന്നും അവിടേക്ക് ഈ പോപ്പുലേഷനെ മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, റൂമേഴ്സാണ്. എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്.